നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ചെറിയൊരു കണ്ടന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നല്ല, നമ്മള് കേരളത്തില് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ സെയിൽസിലാണ് ആൾക്കാർ വർക്ക് ചെയ്യുന്നത്, മെജോറിറ്റി. അപ്പൊ ഈ സെയിൽസിലുള്ള ഒരു സംഭവമാണ് പ്രഷർ. ഈ പ്രഷർ എല്ലാവരും ഒരു ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം, എന്റെ ഒരു വിഷനാണ്, ഒരു ഇൻസൈറ്റ് എന്നൊക്കെ പറയാം. അതായത് ഗോൾഡ് ആണോ ഡയമണ്ട് ആണോ കൂടുതൽ മൂല്യം? ഡയമണ്ട് ആണ്. എന്താ വെച്ച് കഴിഞ്ഞാല് ഡയമണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ പ്രഷർ അതിൽ ചെലുത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡയമണ്ടിന് ഇത്തിരി കൂടി പ്രഷ്യസ് ആവുകയും ചെയ്യും, ഒരു വാല്യൂ കൂടും. അതേപോലെ നമ്മൾക്ക് കുറച്ചൊക്കെ പ്രഷർ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മൂല്യം കൂടുകയുള്ളൂ, അല്ലാണ്ട് നമ്മൾ ഇല്ലാണ്ടാവില്ല. തീരെ പ്രഷർ ഇല്ലെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പൊ കുറച്ചൊക്കെ പ്രഷർ നല്ലതാണ്. രാവിലെ തൊട്ട് പണിയെടുക്കുന്ന സമയത്ത് പ്രഷറും വൈകുന്നേരം കുറച്ച് എന്റർടൈൻമെന്റും, അതാണ് ഏറ്റവും നല്ലത് സുഹൃത്തുക്കളെ. അപ്പോ ആ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അച്ചീവ്മെന്റും ഇൻസെന്റീവ്സ് ഒക്കെ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. തീരെ പ്രഷർ ഇല്ലെങ്കിൽ നമ്മൾ പണിയെടുക്കില്ല, നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല, അധികാരം പണി ഉണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം പറയാം, ഞാന് ഈ പ്രഷർ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മള് നല്ല രീതിയിൽ പണിയെടുത്ത് വലിയ ഉയരങ്ങളിൽ എത്തുക. അപ്പൊ ഞാൻ എന്റെ അമ്മോട് പറയാറുണ്ട്, ഞാൻ വലിയ ഉയരങ്ങളിൽ എത്തുന്നു. അപ്പൊ എന്റെ അമ്മ പറയാറുണ്ട്, ശരിയാണ്, നീ വലിയ ഉയരങ്ങളിൽ വലിയ ബിൽഡിങ്ങിന്റെ മേലെ വാർക്കപ്പണി ചെയ്യും. അപ്പൊ വാർക്കപ്പണി ഒരു മോശം പണിയില്ല, എല്ലാത്തിനും അതിന്റേതായ മഹത്വമുണ്ട്. പക്ഷെ എങ്കില് അതൊരു ആ പറഞ്ഞൊരു കാഴ്ചപ്പാടിൽ എടുത്താൽ മതി, തമാശയായിട്ട് എടുത്താൽ മതി. അപ്പോ നമ്മള് എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രഷറൊക്കെ ഉണ്ട്. യാരിക്കില്ല പോരാട്ടം എന്നാണ് ഒരു പാട്ടാണ് സുഹൃത്തുക്കളെ, ഒരു തമിഴ് പാട്ടാണ്. അപ്പോ ആ പാട്ടൊരു മോട്ടിവേഷണൽ സോങ് ആണ്. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ കുറച്ച് പ്രഷറൊക്കെ നമ്മൾ എടുത്ത് ഉയരങ്ങൾ കീഴടക്കാൻ പറ്റട്ടെ, വലിയ നിലയിലാവാൻ പറ്റട്ടെ, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് സാധിക്കാൻ പറ്റട്ടെ. നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. സുഹൃത്തുക്കളെ, എന്റെ 50% ആൾക്കാരും എന്റെ വ്യൂവേഴ്സ് നോൺ ഫോളോവേഴ്സ് ആണ്. ഒരു ഫോളോ ബട്ടൺ അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ സുഹൃത്തുക്കളിൽ അയച്ചു കൊടുക്കണം. ശുഭദിനം.